പ്രവാചകന്റെ വീട്ടിൽ ഒരു ദിവസം ഒരാടിനെ അറുത്തു. ആടിനെ അറുത്ത് അതിന്റെ വിതരണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മറ്റെവിടെയോ പോയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോ ചോദിച്ചു, മാ ബഖിയ മിൻഹ. ആയിഷ, നമ്മൾ അറുത്ത ആടിൽ നിന്ന് ഇനി എന്താണ് ബാക്കിയുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, അതിന്റെ ഒരു കുറക് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അത് മാത്രം ആണ് ബാക്കിയുള്ളത്, ബാക്കിയെല്ലാം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ ഈ ഒരു വാക്കിന് കൊടുത്ത മറുപടിയിൽ നമുക്ക് വലിയ പാഠങ്ങളും സന്ദേശങ്ങളുമുണ്ട്. എന്താണ് ആയിഷ ബീവിയുടെ മറുപടി? നബിയെ, അതിൽ നിന്ന് ഒരു കുറക് അവിടെ ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ ഞാൻ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത ഉത്തരം, ബഖിയ കുല്ലുഹ ഗൈറ കതിഫിഹ. അതിന്റെ ആ ഒരു കുറകല്ലാത്തത് മുഴുവൻ ബാക്കിയായി. കുറക് നമുക്ക് പോയി, അത് നമ്മൾ കഴിച്ചു, തിന്നു, ആസ്വദിച്ചു, അത് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ വിതരണം ചെയ്തത് എന്താണോ, നിങ്ങൾ കൊടുത്തത് എന്താണോ, അതായിരിക്കും നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉത്തരം നൽകി എന്നാണ്. അള്ളാഹുവിന്റെ അടുത്തേക്ക് വേണ്ടി നീക്കിവെച്ചത്, അള്ളാഹുവിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മാറ്റിവെച്ചത്, ആ മാറ്റിവെച്ചതായിരിക്കും നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുക എന്ന് പറഞ്ഞു എന്നാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. സൽക്കർമ്മങ്ങൾ എന്ത് നീ ബാക്കിയാക്കിയോ അത് മാത്രമേ നിനക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്നാണ്. വളരെ തിരക്ക് പിടിച്ച ജീവിത ഷെഡ്യൂളുകൾക്കിടയിൽ നിന്ന് ഒരു വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ഒത്തുകൂടി പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകേണ്ടത് നമുക്ക് നമ്മളെ സ്വയം വിമർശിക്കാനും സ്വയം തിരുത്താനുമുള്ള കുറച്ച് ചോദ്യാവലികളാണ്. ആ ചോദ്യാവലികളാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യാവലികൾ. ഇത്തിരി ഉറക്കെ ഉച്ചത്തിൽ ഈ മൈക്രോഫോണിലൂടെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാദ്യം ഞാൻ എന്നോടാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഒരു ദിവസം ഒരു വ്യക്തിക്ക് 86,400 സെക്കൻഡ് കിട്ടുന്നുണ്ട്. നമ്മൾ ഒന്നുമില്ല, മണിക്കൂറിനൊന്ന് സെക്കൻഡിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ കിട്ടും. 86,400 സെക്കൻഡ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട്. ആ സമയത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ത് ബാക്കി വെക്കുന്നു? ഒരു മാസം എനിക്ക് ഇത്ര രൂപ വരുമാനമുണ്ട് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുമല്ലോ. ഒരു ദിവസം എനിക്ക് ഇത്ര രൂപ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി അഥവാ നമുക്ക് വേണ്ടി നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ എന്ന വ്യക്തിയെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ആ ഖബറിന്റെ ചാലിൽ ഇങ്ങനെ ചെരിച്ചു കിടത്തി മേലെ കല്ലും വെച്ച് ആളുകൾ പോരും. ആ ഒരു നേരത്തേക്കും നിമിഷത്തേക്കും നമ്മൾ എന്ത് ബാക്കി വെക്കുന്നുണ്ട്? അവിടെ നിന്ന് അങ്ങോട്ടാണ് ജീവിതം തുടങ്ങുന്നത്. യഥാർത്ഥ ജീവിതം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ചെറിയ സംശയത്തിന്റെ ആവശ്യം പോലും നമുക്ക് ആർക്കുമില്ല. ഒരു ചെറിയ സംശയത്തിന്റെ ആവശ്യം പോലും ഇല്ലാത്ത വിധം അത്ര വ്യക്തതയുള്ള കാര്യമാണ്, അല്ലെ? അത്ര വ്യക്തതയുള്ള കാര്യമാണ്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. റമദാൻ മാസത്തിലാണെങ്കിലും നമ്മളിങ്ങനെ ഓതി തീർക്കണ വേഗതയിൽ ചിലപ്പോൾ ഓതിപ്പോയപ്പോ ഒരു സ്റ്റോപ്പോ ഒരു പോസോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു സ്റ്റോപ്പോ ഒരു പോസോ കിട്ടിയിട്ട് ഒന്ന് നിർത്തി ഒന്ന് തിരിഞ്ഞു നിന്ന് അർത്ഥം ചിന്തിച്ചോതാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ അങ്ങോട്ട് വെറുതെ വിടുന്നവൻ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് ചോദിക്കുക, അവനൊന്നും ആയിരുന്നില്ല, അവന് കേവലം ഒരു ബീജബിന്ദു ആയിരുന്നു. ആ ബീജബിന്ദു മാതാവിന്റെ അണ്ടവുമായി കൂടിച്ചേർന്ന് അതങ്ങനെ അണ്ടവാഹിനി കുഴലിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകളെയും അതിജീവിച്ച് അത് ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോ മനുഷ്യന് റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത മഹാ അത്ഭുതങ്ങളുള്ള ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾ ലഭിച്ച ഒന്നായിട്ട് ആ ബീജബിന്ദുവും ആ അണ്ടവും മാറിയിട്ടുണ്ടെങ്കിൽ ഖുർആന്റെ ചോദ്യമാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. ആ പടച്ചോനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരല് വല്ല പ്രയാസമാകുമോ? ആ പടച്ചോനെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരല് ഏതെങ്കിലും നിലക്ക് പ്രയാസമാകുമോ? യുണീക്കായിട്ട് എനിക്ക് മാത്രമുള്ള കുറെ സാധനങ്ങൾ എന്റെ ശരീരത്തിലുണ്ട്, വേറെ ആർക്കും അതില്ല. എന്റെ ഉമിനീര് എന്റേതാണ്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈനെ അമേരിക്കൻ സൈന്യം അവസാനം ലോക്ക് ചെയ്തപ്പോ അദ്ദേഹമാണെന്ന് ഉറപ്പുവരുത്താൻ നടത്തിയ പരിശോധനകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഉമനീരെടുത്തിട്ടാണ് പരിശോധിച്ചത്. അവരെടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന സാമ്പിൾ
വെച്ചിട്ട് അവര് അത് തമ്മിൽ കമ്പാരിസൺ നടത്തി, താരതമ്യം നടത്തി എടുത്തത്. അപ്പൊ എനിക്കു മാത്രം, എന്റെ ഉമനീര് എനിക്കു മാത്രമുള്ളതാണെങ്കിൽ വേറൊരു വ്യക്തിക്കും അതില്ലെങ്കിൽ ലോകത്തെ ജനിച്ചു വീണ് ജീവിക്കാനിരിക്കുന്ന ജനകോടികളിൽ ആ സൂക്ഷ്മമായ സൃഷ്ടിപ്പ് നടത്തിയ റബ്ബ് ചോദിക്കാണ്, അലൈസദാലിക ബിഖാദിരിൻ, ആ റബ്ബിന് പറ്റുകയില്ലേ അലാ യുഹ്യിൽ മൗത, ഇത്ര കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റബ്ബിന് മരിച്ചവരെ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയില്ലെന്ന ചോദ്യം അല്ലെ? മരിച്ചവരെ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഖുർആന്റെ ചോദ്യം. എന്റെ കണ്ണിനുള്ളിലെ എന്റെ കൃഷ്ണമണി, അതിനുള്ളിലെ ഏറ്റവും സൂക്ഷ്മമായ ചില സെല്ലുകൾ അത് എനിക്ക് മാത്രമേ ഉള്ളൂ, ലോകത്താർക്കുമില്ല. അതുകൊണ്ടാണ് ഐഡന്റിഫിക്കേഷന് കണ്ണിനെ പലപ്പോഴും യൂസ് ചെയ്യണത്. ലോകത്ത് ജനിച്ചു വീണ ഒരു വ്യക്തിയുടെയും കണ്ണുകളിൽ ഈ ഒരേ രീതിയിൽ വരാതെ ഇത്ര സൂക്ഷ്മമായി ഇത് പടച്ച റബ്ബ്, ആ റബ്ബ് പറയണത്, ആ റബ്ബ് ചോദിക്കണം എങ്കിൽ പുനഃസൃഷ്ടി പ്രയാസമാണോ? അതുകൊണ്ട് അത് വരുന്നോടത്ത് വെച്ച് കാണാമെന്നൊന്നും പറയാനില്ല. അത് വരുന്നുള്ള കാര്യം ഉറപ്പാ. അത് വരുന്നുള്ളത് പട്ടാപകൽ പോലെ, പച്ച വെളിച്ചം പോലെ, ഇതൊരു വെള്ളിയാഴ്ചയാണെന്നതുപോലെ ഉറപ്പാണ്. ഒരു സംശയവും അതിൽ നമുക്ക് ആർക്കും ആവശ്യമില്ല. ഒരു നൂറ്റാണ്ട് മുൻപുള്ള ആളുകൾക്കില്ലാത്ത അത്ര വലിയ ഉറപ്പും ബോധ്യപ്പെടുത്തലിനും വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തു ബാക്കി വെച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു, നാളേക്ക് വേണ്ടി എന്ത് വർക്കൗട്ട് ചെയ്തു വെച്ചു. നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമ്മൾ മരിച്ചാൽ അത് മറ്റൊരാളുടേതായി മാറും. നമ്മുടെ വാഹനം അത് മറ്റൊരാളുടേതായി മാറും. നമ്മളെങ്ങനെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് ആൾക്കൂട്ടം ചുമലിലേറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ ഇങ്ങനെ ആടി ഉലയുന്ന 70 കിലോ 75 കിലോ വെയിറ്റ് ഉള്ള ബോഡി, അത് മണ്ണിലേക്ക് വെച്ചാൽ അതവിടെ നുരുമ്പി അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ ചിന്തകളോ ഈ ചോദ്യങ്ങളോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അത് അവിടെ നിന്ന് പിന്നീട് ആണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ എന്തു ബാക്കി വെച്ചു? വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല എന്നാണ്. ഏറ്റവും പ്രതീക്ഷയുള്ളതും ഏറ്റവും നമുക്ക് വേണ്ടി ബാക്കി നിൽക്കുന്നതും നമ്മളാ ചെലവഴിച്ച, അള്ളാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടി ചെലവഴിച്ച കാര്യങ്ങളായിരിക്കും അല്ലെ? നമ്മളിപ്പോ പല കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി 2:30 മണിക്ക് അർജന്റീനയുടെ മത്സരം ഉണ്ടെങ്കിൽ അലാം വെച്ച് എണീക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ? അലാം വെച്ച് നമ്മൾ എണീക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവിടെ നമുക്കൊരു 2 മണിക്കൂർ സമയപ്രശ്നം പറയണേ, നമുക്ക് ആർക്കും ഒരു 2 മണിക്കൂർ ഒരു പ്രശ്നമാകണില്ല. അപ്പൊ എന്താണ് ഇവിടുത്തെ വിഷയം? നമ്മള് ദീനിയായ കാര്യങ്ങളിലേക്കും നന്മകളിലേക്കും വരുമ്പോ നമുക്ക് ആ ആസ്വാദനം കിട്ടണമില്ല, നമുക്ക് അത്ര പറ്റണില്ല. നമ്മളിപ്പോ ഖുത്ബ ഒരു നിശ്ചിത സമയത്തിന്റെ അപ്പുറമാവുമ്പോ ഞാനാണ് അവിടെ ഇരിക്കണെങ്കിലും എനിക്കും തോന്നും, ഇതിപ്പോ മൊലി നിർത്തൂലേ. എന്നാലോ നമ്മൾ ഇഷ്ടപ്പെട്ട ടീം തോറ്റ് നിൽക്കുകയാണെങ്കിലോ നമ്മളെ വാപ്പാക്ക് ക്യാൻസർ ബാധിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ അത്ര അറ്റൻറ്റീവ് ആയിട്ട്. അപ്പൊ ഇവിടെ ഒരു രസതന്ത്രമുണ്ട്, ഇവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്, ഇവിടെ ഒരു മെക്കാനിസം ഉണ്ട്, ഇവിടെ ഒരു സംഭവം ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ പക്കയാണ്. അവിടെ നമുക്ക് കുറെ ബോധ്യങ്ങളുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ബോധ്യം എന്താ അറിയോ? ഞാൻ എന്നുള്ള വ്യക്തി ഒരു ദിവസം അങ്ങോട്ട് നിശ്ചലമാകും. നിശ്ചലമായാലും എന്റെ ചുറ്റുമുള്ളതൊക്കെ വീണ്ടും പഴയ പോലെ സഞ്ചരിച്ചു തുടങ്ങും. എന്റെ വീട്, എന്റെ കുടുംബമൊക്കെ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹദിയായ ഫാത്തിമ ബീവിയുടെ ഖബർ സന്ദർശിച്ചതിന് ശേഷം, ഖബർ സന്ദർശിക്കാലോ, സുന്നത്തുള്ള കാര്യമാണ് അല്ലെ? ആർക്കു വേണ്ടി? സന്ദർശിക്കണ വ്യക്തിക്ക് കൂലിട്ടാൻ വേണ്ടി, അവിടെ കിടക്കുന്ന ആൾക്ക് ഇയാളുടെ പ്രാർത്ഥനയുടെ ഗുണം കിട്ടാൻ വേണ്ടി, അതല്ലാതെ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഖബർ സന്ദർശിച്ചു പോരുമ്പോ മഹദിയായ ഫാത്തിമ ബീവിയുടെ ഖബർ സന്ദർശിച്ചു പോരുമ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വല്ലാത്തൊരു വാചകമുണ്ട്. അതിന്റെ ഒരു ആശയം ഇതാണ്. എന്താ? ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവര് പറയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയായിരുന്നു, അവർ കേൾക്കുമായിരുന്നെങ്കിൽ അവരോട് നമ്മൾ പറയായിരുന്നു, നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യ അവര് ജീവിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒറ്റപ്പെടലുകളിൽ അവർക്ക് താങ്ങാനും സംരക്ഷിക്കാനും ആളില്ലാതെ വന്നപ്പോ അവര് ഇസ്ലാം അനുവദിച്ചത് പ്രകാരം മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആസ്വദിച്ച ശരീരം ഇപ്പോൾ മറ്റൊരു പുരുഷനാണ് ആസ്വദിക്കുന്നത്. നിങ്ങളുടെ മഹർ അവളുടെ ജീവിതത്തിൽ നൊമ്പരവും വേദനയുമായതുകൊണ്ട് അതവൾ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി അഴിച്ചു വെച്ചിട്ടുണ്ട്. ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളെ ഭർത്താവ് നിങ്ങൾ മാത്രം 2 പേരും മാത്രം ഉറങ്ങിയ ബെഡ്റൂമിൽ അവളില്ലാതെ നിങ്ങളില്ലാതെ അയാൾ ഉറങ്ങിയ ആദ്യ രാത്രി, ആ തലയിണ കാലിയായി കിടന്ന ആദ്യ രാത്രിയൊക്കെ കടന്ന് അതിജീവിച്ച് അയാൾ മറ്റൊരു സ്ത്രീയുമായി ജീവിതം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അടുക്കള, നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങൾ മനോഹരമായി സംരക്ഷിച്ചതൊക്കെ ഇപ്പോൾ മറ്റൊരു സ്ത്രീയാണ് സംരക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കുഞ്ഞ്, കരഞ്ഞു കരഞ്ഞു നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ കുഞ്ഞ്, അവനൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ പുതിയ കുഞ്ഞിനെ കിട്ടി, വീട്ടിൽ വീണ്ടും പുതിയ സന്തോഷത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ കേട്ടാൽ ഖബറാളികൾക്ക് മറുപടി പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ പറയുന്ന മറുപടി എന്തായിരിക്കും എന്നറിയോ?
ഞങ്ങൾക്ക് വാപ്പ അമ്മ കുട്ടികൾ മക്കൾ ഇതൊന്നുമല്ല വലിയ വിഷയം. ഞങ്ങളെ വലിയ വിഷയം തഖ്വയാണ്. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റിയാൽ ഞങ്ങൾ പിന്നീട് ഇനിയൊരു ജീവിതം നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്താ, നിഷ്ഠയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക എന്നവർ മറുപടി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമുക്ക് ഇസ്ലാം ശരിക്ക് സൽക്കർമ്മങ്ങൾക്ക് കുറെ പ്രചോദനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ പ്രചോദനങ്ങൾ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ആ കാര്യം മനസ്സിലാക്കി വെച്ചാൽ ചെയ്യാൻ നമുക്ക് പ്രചോദനങ്ങൾ ഉണ്ടാകും. നോക്കൂ, നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താ അറിയും? ആരാധനകളും അനുഷ്ഠാനങ്ങളുമുള്ള നിഷ്ഠയുള്ള ഒരു ആത്മീയ ജീവിതം കൊണ്ട് പരലോകം മാത്രമല്ല നമുക്ക് കിട്ടുക, ദുന്യാവും കിട്ടും. പക്ഷെ ഓരോന്നിന്റെയും ലക്ഷ്യം ദുന്യാവാകരുത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാം, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ നഹ്ലിലെ ആയത്ത്. എന്ത് രസമുണ്ട് അതിങ്ങനെ ആസ്വദിച്ചോതുമ്പോ ജീവിതത്തിൽ നമ്മൾ മതമെന്ന ചിന്ത കൊണ്ട് നിയന്ത്രിക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോന്നിനെ കുറിച്ചും നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകും. എന്താണ്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ വഹുവ മുഅ്മിൻ, പക്ഷെ അവന് വിശ്വാസം ശുദ്ധമായിരിക്കണം. അവന്റെ വിശ്വാസത്തിൽ കലർപ്പുണ്ടാകാൻ പാടില്ല. അവൻ അരയില് പിന്നെ ആരെടുത്തുന്നോ മന്ത്രിച്ചൂതിയ ചരടും കെട്ടിയിട്ട് അവന്റെ അടുപ്പിൽ എന്തോ കുഴിച്ചിട്ടിട്ട് അവന് പിന്നെ പറമ്പിന്റെ തെക്കേ മൂലക്കെ മുട്ടയിൽ എന്തൊക്കെയോ ആരോ കുറിച്ചെന്നത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഈ ജാതി പരിപാടിയൊക്കെ എടുത്തിട്ട് ഇത് ചെയ്ത കാര്യമല്ല കേട്ടോ, കാര്യമല്ല. അത് അമ്പിയാക്കൾ ചെയ്താലും കാര്യമല്ല. വല വശറക്കുല ഹബിത്താൻഹും മാ കാനൂ യഅമലൂൻ. അമ്പിയാക്കളാണ് ചെയ്യണമെങ്കിൽ അവരുടെ അമലും പൊളിഞ്ഞു പോകുന്നതാണ്. ഒക്കെ ഖുർആൻ നസ്സായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഇന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ഏതോ പണ്ഡിതൻ പറയുന്നത് ഏതോ ലൈബ്രറിയിലെ കിതാബിലുണ്ടെന്നാ പറയാ. ഇന്ന് നമ്മളെ ചാറ്റ് ബോർഡിനോട് ചോദിച്ചാൽ മതി, ഇങ്ങനെ ഉണ്ടല്ലോ, ഇതിന്റെ വിധി എന്താണ്, അത് ഇംഗ്ലീഷിലെ വന്ന് ഇതൊന്ന് മലയാളമാക്കി തരൂ, ഖലാസ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹിന്റെ തഫ്സീർ വന്നു, ഇതൊന്ന് മലയാളമാക്കി തരൂ. ഒരു നിലക്കും കഴിച്ചിലാവില്ല കേട്ടോ, ഒരു നിലക്കും കഴിച്ചിലാവില്ല. പഠിക്കാനും ചിന്തിക്കാനും തയ്യാറല്ലാത്തവര്. അപ്പോ വിശ്വാസിയായിരിക്കെ സൽക്കർമ്മം ചെയ്യുന്ന ആള് ഫലനുഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ, അയാൾക്ക് നമ്മൾ ഒരു നല്ല ജീവിതം കൊടുക്കും. ഹയാത്ത് തൊയ്യിബ് കൊടുക്കും. എന്താ ഹയാത്ത് തൊയ്യിബ്? ഏറ്റവും അടിപൊളി കാറും, എന്താ നാട്ടിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും മനോഹരമായ പിന്നെ വലിയ വീടും, അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസയാണോ? ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ സഹോദരന്മാരെ കാര്യം? ഞാൻ ഈ അടുത്ത കാലത്ത് ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ അന്ന് ഒരു ഖുത്ബ പറഞ്ഞു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ അന്ന് നമ്മുടെ നാട്ടിൽ ഇനി ഏറ്റവും വലിയ ബിസിനസ് ആകാൻ പോകുന്നത് മാനസികാരോഗ്യ ട്രീറ്റ്മെന്റ് ആണ്. ഏറ്റവും വലിയ ദാവാ സാധ്യതയാകാൻ പോകുന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ്. ഗവൺമെന്റിന് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും അതാണ്. ഒരു ജനപ്രതിനിധിക്ക് ഏറ്റവും വലിയ ബാധ്യതയായി വരുന്നത് ആ കാര്യമായിരിക്കും. ഒരു 5 വർഷം കഴിയുമ്പോൾ വളരെ കൃത്യമായ സ്റ്റഡീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ മിനിമം ഒരു മാനസിക രോഗി ഉണ്ടാകും. അതിന്റെ കാരണങ്ങൾ എന്താ? കാരണങ്ങളിലേക്ക് പോയാൽ നമ്മൾ ഇന്നത്തെ ഖുത്ബന്റെ വിഷയം മാറും. ഓരോരുത്തരും കാരണം ഒന്നും അറിയില്ല, പ്രശ്നം അയാളുടെ ഉള്ളിലായിരിക്കും. പുറത്ത് കാണുമ്പോൾ ഒരു വിഷയം ഉണ്ടാവില്ല, അയാളുടെ ഉള്ളിൽ ഒരു കടൽ അടിക്കുന്നുണ്ടാകും. അയാളുടെ മുഖത്തെ ഫാബ്രിക്കേറ്റഡ് പുഞ്ചിരിയിൽ ചുറ്റുമുള്ളവർ വിചാരിക്കും അയാൾ ഓക്കെയാണ് എന്ന്. പെട്ടെന്നൊരു ദിവസം അയാളുടെ ഹൃദയം നിശ്ചലമാവുകയോ ഒരു മുഴം കയറിൽ അയാൾ തൂങ്ങി ആടുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും അയാൾക്ക് എന്തോ ഓക്കെ ആയിരുന്നു, അയാളുടെ സ്ഥിതി എന്താണെന്ന്, അല്ലേ? ഞാൻ അങ്ങോട്ട് പോവല്ല. എന്തായാലും ഈ ദിവസം ഒരു ഖുത്ബ പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് വ്യക്തിപരമായി ഇപ്പോൾ ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താ ഈ ഖുത്ബ അപ്ലോഡ് ചെയ്യും. ആ ഖുത്ബ കുറച്ച് ആളുകൾ, ഒരു 3000 മുതൽ ഒരു 15000 വരെ ആളുകൾ അത് കേൾക്കും. എന്തിനാ വെച്ചാൽ അവിടെ ഒരു ക്യാമറ ഇങ്ങനെ ഇരിക്കണമെന്ന് ആർക്കും ഒരു വിഷമം വേണ്ട വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി, ഈ പള്ളി നടത്തുന്നവർക്കും ഈ പള്ളിയിലുള്ളവർക്കും കൂടി ഒരു കൂലി കിട്ടുന്ന കാര്യം ആയതുകൊണ്ടാണ് അതവിടെ വെച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ. അപ്പൊ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി എന്റെ ഭാര്യ രാത്രി ഉറങ്ങൂല, അവൾക്ക് സംശയങ്ങളാണ്. അവള് നേരെ എന്ത് ചെയ്യും, ഡോറങ്ങ പോയി നോക്കിയിട്ട് ഡോർ അടച്ചിട്ട് വരും. പിന്നെ അവൾക്ക് അടുക്കള വാതിലിന്റെ അവിടെ നിന്ന് പോയി നോക്കും, പിന്നെ അത് അടച്ചിട്ട് വരും. പിന്നെ അവൾക്ക് സംശയം മോൻ എന്തെങ്കിലും പറ്റിയോ, എന്നിട്ട് മോന്റെ റൂമിൽ കയറും. പിന്നെ അവൾക്ക് സംശയം കല്യാണം കഴിഞ്ഞ മോന്റെ വാതിൽക്ക വരെ അവള് 2-3 തവണ പോയി മുട്ടും. മാന്റെ കുട്ടിക്ക് ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ലമ്മ അമ്മ ഉറങ്ങിക്കോ എന്ന് പറയും. ചിലപ്പോ അവന് ഒന്നുകൊണ്ട് ഹാർഡായിട്ട് സംസാരിക്കും. എന്തമ്മ എങ്ങനെയെന്ന് ചോദിക്കും. പിന്നെ അവള് കരഞ്ഞിരിക്കും. രാത്രി അവളെയും കൊണ്ട് ഞങ്ങൾ റബ്ബർ തോട്ടത്തേക്ക് പോയ ദിവസമുണ്ട്, ഞാൻ എന്റെ ഫാക്ടറിക്ക് പോയ ദിവസമുണ്ട്. ഫാക്ടറി കത്തിയോ നോക്ക് സംശയം. സഹോദരന്മാരെ, ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം പഠിച്ചു തരും, നിങ്ങൾ ചിർക്കിയരുത്. നിങ്ങളെ ഭാര്യ നിങ്ങൾ ഈ പറഞ്ഞ മാതിരിയാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെ കണ്ടിട്ടില്ല. മൂപ്പരോട് കേട്ടോ, നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെ ഇങ്ങനെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ എന്താ ഹയാത്ത് ത്വയ്യിബ് നടന്ന കുളിരുള്ളൊരു മനസ്സ്, എവിടെയും സംതൃപ്തിയും സമാധാനവും. നിങ്ങൾ കണ്ടില്ലേ നമ്മളൊക്കെ നാട്ടിലെ ചില ജീവികളുണ്ട്, അവരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവർക്ക് ഫുട്ബോളിൽ അവർക്ക് ഭയങ്കര ജിഹാദ് തോന്നും. കുഴിമന്തിക്കട കണ്ട അവിടെയും തോന്നും, അല്ലെ? എന്താ കുറച്ച് താഴെ. അപ്പൊ ആ മനുഷ്യന്മാരുടെ ജീവിതം എന്തായിരിക്കും? ഓര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എല്ലാ നിലക്കും. എവിടെ നോക്കിയാലും അവർക്ക് ഇതിലേക്ക്
ഒക്കെ ഇങ്ങനെ ഇസ്ലാം വരുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ്. ഇതേപോലെ ഇങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ അസ്വസ്ഥതയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഖുർആൻ പറയാം, ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവർക്ക് നമ്മൾ നല്ലൊരു ജീവിതം കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും, ദുനിയാവിൽ അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തുകൊണ്ട് പരലോകത്ത് കിട്ടാതിരിക്കുമോ? പരലോകത്ത് അവർക്ക് കിട്ടും, പരലോകത്ത് അവർക്ക് കിട്ടും. അപ്പൊ അമല സ്വാലിഹാത്ത് ചെയ്താല് അതിന്റെ ഗുണം ദുനിയാവിൽ തന്നെ ഉണ്ടാകും. ഞാൻ 2009 ആദ്യമായിട്ട് സർവീസിൽ കയറി സ്കൂളിന്റെ തൊട്ടടുത്തൊരു ചെറിയ കട ഉണ്ട്. എനിക്ക് ഈ ആയത്ത് ഓതുമ്പോ അതോ ഓർമ്മ വരും. ഒരു ചെറിയ കട, 2-3-4 മിഠായിന്റെ ബോക്സും സംഗതിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സാധു മനുഷ്യൻ, അയാൾ ചായ വരും, അങ്ങനെ ഇരിക്കും. അവിടെ വളരെ ചെറിയൊരു കട. അയാള്, ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാൻ അന്ന് പാർട്ട് ടൈം അധ്യാപകനാണ്. എനിക്ക് കിട്ടുന്ന സാലറി വെച്ചിട്ട് വലിയ യാത്ര ഉണ്ട്. അപ്പൊ എനിക്ക് ശരിക്ക് ജീവിതത്തിൽ വലിയ പ്രചോദനം അയാളായിരുന്നു. അയാൾക്ക് എത്രയാണ് ഒരു ദിവസം കിട്ടുമെന്ന് ഏകദേശം നമുക്ക് അറിയും. പക്ഷെ എന്ത് ഹാപ്പി ആയിട്ട് അയാൾ ജീവിക്കണം അറിയോ, എന്ത് ഹാപ്പി ആയിട്ട് അയാൾ ജീവിക്കണം അറിയോ. നമുക്ക് പലപ്പോഴും ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ടാകും, അത് അതേപോലെ തന്നെ പോണുണ്ടാകും, നമ്മൾ ആകെ കടന്ന് കുടുങ്ങലുണ്ടാകും. നമ്മളെ ശരിക്കും ഒരു ഹദീസ് ഓർത്ത് വെച്ചാൽ മതി. ഈ ഹദീസ് കണ്ട് ഓർത്താല് നമുക്ക് എന്താണ് നമ്മളെ പ്രശ്നം എന്നുള്ളത് ശരിക്കും കിട്ടും. ഞാൻ വായിക്കാം, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ കേട്ടോ. എന്താ, മൻ കാനത്തി ദുനിയ ഹമ്മഹു, ഒരാളുടെ ലക്ഷ്യം ദുന്യാവാണെങ്കിൽ ഫറഖല്ലാഹു അലൈഹി അംറഹു, അള്ളാഹു അവന്റെ കാര്യം ഇങ്ങനെ പൊള്ളിച്ചടിക്കും കൊണ്ടുപോകും. അയാൾ നേരെ ഉണർന്ന് എണീക്കുന്നത് തന്നെ വാട്സാപ്പ് നേരെ എടുത്തു, അയാളുടെ മറ്റേ ബിസിനസ്സിലെ സംഗതി എന്തായി നോക്കി. അങ്ങനെ അയാളുടെ ഭാര്യനോട് പോലും ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റണില്ല. അയാളുടെ പേരക്കുട്ടിയെ ഒരു 10 മിനിറ്റ് മടിയിലിരുത്താൻ പറ്റണില്ല, അല്ലെ? അയാൾക്ക് ബാങ്കും നിസ്കാരം അയാളുടെ ഓർമ്മയിലല്ല, എല്ലാ ഭക്തും തെറ്റിയാ മൂപ്പര് നിസ്കരിക്കുക. എന്നാലോ അയാളുടെ തലയിൽ ഫുൾ അയാളുടെ ദുന്യാവ്, അയാളുടെ വരുമാനം, അയാളുടെ വിനോദം, അയാളുടെ നേതൃത്വം, അയാളുടെ സ്ഥാനം, ഇങ്ങനെയുള്ള ശ്വാസം നിലച്ചാൽ അവസാനിക്കണേ അലങ്കാരങ്ങൾ, അഴിഞ്ഞു വീഴുന്ന അലങ്കാരങ്ങൾ, അത് മാത്രമാണ് അയാളുടെ ഉള്ളിലുള്ളതെങ്കിൽ റസൂൽ പറയാ, വജഅല ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ നിന്ന് ദാരിദ്ര്യം പോകില്ല. ലക്ഷങ്ങളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അയാൾക്ക് എപ്പോഴും ഒരു ദാരിദ്ര്യത്തിന്റെ ഫീലിംഗ് ആയിരിക്കും. ഇനിയോ വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അങ്ങനെയൊക്കെ കടന്ന് കെട്ടി മറിഞ്ഞാലും പടച്ചോ നിശ്ചയിച്ചത് അവന് കിട്ടുള്ളൂ. പലജാതി പരിപാടിയും ചെയ്തു, അല്ലെ? ഭയങ്കര ബിസിനസ്സാണ്. അപ്പൊ ബിസിനസ്സിൽ വലിയ പെണ്ണുങ്ങളെ ചിത്രമൊക്കെ വെച്ചിട്ട് ഭയങ്കര ആഡൊക്കെ എടുത്തിട്ട് ഭയങ്കര എന്ത് ചെയ്താലും പടച്ചോ നിശ്ചയിച്ചത് വരുള്ളൂ, പടച്ചോ നിശ്ചയിച്ചത് വരുള്ളൂ. ഇവിടുത്തെ കോർപ്പറേറ്റ് സമൂഹം ചിന്തിക്കണം, അതേ ആംഗിളിൽ ചിന്തിക്കണമെങ്കിൽ അയാളൊരു വിശ്വാസിയാകൊന്നും വേണ്ട. മനസ്സിലായില്ലേ? പെണ്ണിന്റെ നിമ്നോന്നതികളെ, ഉയർച്ച താഴ്ചകളെ കണ്ടിട്ട് അതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുട്ടികൾക്ക്, സ്വന്തം കുട്ടികൾക്ക് അന്നം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നിടത്ത് ഭയങ്കര ഒരു പ്രതിസന്ധി ഉണ്ട്. കുറച്ചുകൂടി ക്രിയേറ്റീവായി നമ്മൾ ചിന്തിക്കണം. മനുഷ്യരുടെ ചിന്തകളിലേക്ക് കയറി ചെല്ലാൻ പറ്റിയ ആശയങ്ങൾ ആവിഷ്കരിക്കണം, ഐഡിയകൾ ആവിഷ്കരിക്കണം. ഒഴുകുന്ന നദിയിൽ കൂടെ ഒഴുകലല്ല, ഒഴുകുന്ന നദിക്ക് കുറുകെ നീങ്ങലാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ചെയ്യേണ്ട വഴി എന്നുള്ളത് നമുക്ക് ആലോചിക്കണം. എല്ലാവരും അങ്ങനെയാണ്, അപ്പോൾ നമ്മൾ അങ്ങനെയെന്നല്ല. നമുക്ക് നമ്മുടേതായ ഒരു വഴിയിൽ ചിന്തിക്കുമ്പോൾ അള്ളാഹു അതിന്റെ മാർഗങ്ങൾ കാണിച്ചു തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇനി നിങ്ങൾ നോക്ക്, അപ്പോ ദുന്യാവ് മാത്രമാണ് തലച്ചോറിന്റെ ഉള്ളിലെ ചിന്തയെങ്കിൽ പടച്ചോൻ എന്ത് ചെയ്യും? അവന്റെ പ്ലാൻ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കും, എവിടെ എത്തൂല. എന്നാലോ ഒമൻ കാനത്തിൽ ആഖിറത്തു നിയ്യത്തുഹു, അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പരലോകമുണ്ടെങ്കിൽ ജമഅ അല്ലാഹു ലഹു അംറഹു, അവന്റെ കാര്യങ്ങളൊക്കെ പടച്ചോൻ ഓനെന്നിങ്ങനെ ക്രോഡീകരിച്ചു കൊടുക്കും. അതൊക്കെ ഒന്നുണ്ട് ക്രമീകരിച്ചു കൊടുക്കും. പടച്ചോൻ ഇടപെട്ടിട്ടൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കും. വജഅല ഗിനാഹു ഫി ഖൽബിഹി, ഹൃദയത്തിൽ അവൻ ഐശ്വര്യം ഇട്ട് കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മള് ജീവിതത്തിൽ നമ്മൾ ചെയ്തതിനൊന്നും നമുക്കൊരു തൃപ്തി, നമ്മൾ പെരന്റെ അവിടെ അങ്ങനെ നിൽക്കുമ്പോ ഈ പിന്നെന്താ പറയാ, ഇവിടെ നന്നായില്ല, ഈ ജനല അവിടെ ഇരുന്ന് വെക്കണ്ടീന്, അത് ഇവിടെ ഇരുന്ന് വെക്കണ്ടീന്, ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ പിന്നെ എന്റെ അവസ്ഥ എന്താ? നമ്മളെ കുട്ടീനെ എങ്ങനെ കാണുമ്പോ ഞാൻ മോന് വലിയ നിറൊന്നുമില്ലല്ലോ അടച്ചോനെ, നമ്മളെ ഭാര്യനെ എങ്ങനെ കാണുമ്പോ എന്താ പോളെ കോലം, അവള് ഒരൊറ്റക്കണ്ണിയും അവളൊരു വികലാംഗയാണെന്ന് വിചാരിച്ചോളൂ നിങ്ങള്. പക്ഷെ പടച്ചോനെ നമ്മളെ കൽബ് കിട്ടരുതാണ്, അവളെ കവിൾ എന്ത് രസാ, അവളെ സൈഡിൽ നിന്ന് കാണാൻ എന്ത് ഭംഗിയാ. ഇത് കിട്ടിയ സഹോദരന്മാരെ ഭൂമിയിൽ അതിലേറെ വലിയ നേട്ടം എന്താ? അതിലേറെ വലിയ, അത് പടച്ചോൻ തരുന്ന പറയണേ. ഓക്സിജൻ തരുന്ന പോലെ തരേണ്ട സാധനമാണ് നമ്മളെ ദാമ്പത്യത്തിലെ മവദ്ദത്തു റഹ്മത്തു. ഓക്സിജൻ പടച്ചോൻ കൊടുക്കണതാ. അത് കൊടുക്കാനുള്ള അളവ് ഓരോരുത്തരത് തീരുമ്പോ പടച്ചോൻ എന്ത് ചെയ്യും? അതിനൊരു സ്റ്റെപ്പ് എടുക്കും. എന്ന് പറഞ്ഞ മാതിരി ഇത് നമുക്ക് പടച്ചോൻ ഹൃദയത്തിൽ കിട്ടേണ്ടതാ, ഖിന എന്ന് പറയുന്നത്. ആ ഖിന കിട്ടണമെങ്കിൽ ദുനിയാവ് അവന് ആവശ്യമുള്ള പോലെ പടച്ചോൻ കൊടുക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താ പറയുക? ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളി. ഒന്നാമത്തെ കാര്യം, നമ്മൾ അമലു സ്വാലിഹാത്ത് ചെയ്യുമ്പോൾ, സൽക്കർമ്മം ചെയ്യുമ്പോൾ, സൽക്കർമ്മത്തിൽ ഒന്നാമത്തെ എന്താ? ഫർളുകളാണ്. ആ ഫർളുകൾ അതിന്റെ സ്ഥാനത്ത് നിശ്ചയിച്ചോളി. ഈ വെള്ളിയാഴ്ച നമ്മൾ പാഞ്ഞു വന്ന് ഖുതുബ കേട്ട് പോകുമ്പോഴേ ഹൃദയത്തിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങൾ വേണം. നമ്മളെന്ന വ്യക്തി ഇങ്ങനെ പിന്നിക്ക് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് സന്തോഷത്തോടെ അങ്ങനെ നോക്കാൻ പറ്റും. നിങ്ങൾ ആരാകട്ടെ, നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാകട്ടെ, നിങ്ങൾ ഏത് ചുറ്റുപാടിലുള്ള ആളാകട്ടെ, ഇസ്ലാമിലെ അമലു സ്വാലിഹാത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് ഓരോ വ്യക്തിക്കും, ലോകത്ത് എവിടെ ജീവിക്കണേ, ലോകത്തല്ല ജീവിക്കണ ഏത് വ്യക്തിക്കും സ്യൂട്ടബിൾ ആയ സ്റ്റൈലിലാണ് അത് സെറ്റ് ചെയ്ത്. നിസ്കാരം ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യേണ്ടത്.
നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, കടന്നിട്ടാണെങ്കിൽ കടന്നിട്ട്. അതാണ്, അത്രയും ഫ്ലെക്സിബിൾ ആണ് ഇസ്ലാം. മനുഷ്യനോട് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടാണ്. നമുക്കത് ഭയങ്കര ടൈറ്റാന്ന് തോന്നണം. എന്താ, നമ്മളെ കൽബിൽ നമ്മള് ലിബറലിസത്തിന്റെയും ഇവിടുത്തെ വേറെ പലതിന്റെയും സോഫ്റ്റ്വെയർ കയറ്റി വെച്ചിട്ട് അത് പ്രശ്നമാണ്. ഞാൻ ഈ സദസ്സിക്ക് മഞ്ഞ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്നിട്ട് മഞ്ഞയാണ് പറഞ്ഞ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, ഹൃദയത്തെ അതിന്റെ താളത്തിന് വിടാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഒന്ന്, നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ട്, ഈ അമലു സ്വാലിഹാത്ത് നമ്മളെ സംരക്ഷിക്കുന്നതാണ്. നമ്മുടെ സ്വത്തിനെ, നമ്മുടെ ജീവനെ ഒക്കെ സംരക്ഷിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോ, നോമ്പ് നോൽക്കുമ്പോ, സദഖ കൊടുക്കുമ്പോ, പരലോകത്ത് നിന്നുള്ള കൂലി മാത്രമല്ല, ദുന്യാവിൽ നിന്ന് തന്നെ സംരക്ഷണം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഖളർ അലൈഹിസ്സലാമയും മൂസ അലൈഹിസ്സലാമയും ഒന്നിച്ചുള്ളൊരു യാത്ര ഉണ്ട്. ആ യാത്രയിൽ വഴിയിൽ വെച്ച് ഒരു തകർന്നു വീണ ഒരു മതിൽ അവരിങ്ങനെ പടുത്തുയർത്തുന്നുണ്ട്. അപ്പൊ ഖളർ അലൈഹിസ്സലാമയോട് മൂസ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യന്മാരോട് നമ്മുടെ ഒരു കുടിവെള്ളം ചോദിച്ചിട്ട് ഒരു തുള്ളി വെള്ളം തരാത്ത ഇവരുടെ നാട്ടിലെ മതിൽ നേരാക്കേണ്ട കാര്യം എന്താ ഞമ്മക്ക്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നീ ധൃതി കൂട്ടണ്ട, ഞാൻ പറയും എന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് അവസാനം വിവരിച്ചു കൊടുക്കുകയാണ്. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا. അതാണ് എന്താ, ആ ജിദാർ, ആ ഒരു ചുമര്, അതെന്താണ്, അതിന്റെ താഴെ ഒരു നിധി ഉണ്ടായിരുന്നു. അത് അവിടുത്തെ 2 അനാഥ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്നിട്ട് എവിടെ നിന്നോ 2 പേരെ കൊണ്ടുവന്ന് ഈ മതിൽ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ മനസ്സില്ലാത്ത, വഴിയാത്രക്കാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു ഗ്രാമക്കാർ അവിടെ തകർന്നു വീണ അനാഥ ബാല്യങ്ങളുടെ മതിൽ ഉയർത്തി കെട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അതിന് കൂടുതൽ വിശദീകരണം ഒന്നും ആവശ്യമില്ല. എങ്കിൽ അത് ഉയർത്തിക്കെട്ടാൻ വേറെ ഏതോ നാട്ടിൽ നിന്ന് പഠിച്ചോ 2 ആളെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാ? വകാന അബൂഹുമാ സ്വാലിഹ, അവർ 2 പേരും സ്വാലിഹ്യങ്ങളായിരുന്നു, അവരെ വാപ്പയും ഉമ്മയും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെ സമ്പാദ്യവും നമ്മളെ സംരക്ഷണവും നമ്മളെ രോഗം മാറിയതൊക്കെ നമ്മളെ വാപ്പാന്റെ വാപ്പയൊക്കെ ചെയ്ത സൽക്കർമ്മം കൊണ്ടേക്കാരം, ഓര് കൊടുത്ത സ്വതക്കൊണ്ടേക്കാരം, അല്ലെ? നമ്മളെ നാടിങ്ങനെ സ്റ്റേബിളായി പോണിന്റെ കാരണം മഹാപ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളൊന്നും ഇല്ലാതെ പണ്ട് കോളറിന്റെ കാലത്ത് വിഷമിച്ച മനുഷ്യരെ വാരിയെടുത്ത് സംരക്ഷിച്ച ഒരു സാമൂഹിക ചരിത്രം അവിടെ ഉണ്ട്. അതിന്റെ ആനുകൂല്യത്തിലേക്കാരം പോണത്. ചിലപ്പോ നമ്മളെ കാലത്ത് വരുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോ അതൊരു ഇൻസ്റ്റന്റ് മാനേജ്മെന്റ് അല്ല, അതൊരു നിലവിലുള്ള സാഹചര്യത്തിന്റെ പരിഹാരമല്ല, മറിച്ച് വരും തലമുറകൾക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പും കരുതലുമാണത്. നമ്മളെ അമലു സ്വാലിഹാത്ത്, നമ്മളെ തസ്ബീഹുകള്, നമ്മളെ തഹ്ലീലുകള്, നമ്മളെ തക്ബീറുകള് നമുക്കുള്ള സംരക്ഷണമാണത്, നമുക്കുള്ള സുരക്ഷിതത്വമാണത്. നമ്മളിങ്ങനെ പോകുമ്പോ ഞാൻ വെട്ടിച്ചാൻ എന്നൊക്കെ പറയും. നമ്മള് ഏതോ ദിക്ര സഹോദര, അങ്ങനെ ആലോചിക്കൂല. ഭയങ്കര എക്സ്പേർട്ട്, ഞമ്മ കുറച്ച് പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ മൂപ്പര് വിചാരിച്ച മൂപ്പരെ പരിചയത്തിന് ഇപ്പൊ അതൊക്കെ നടന്നു പോകണമെന്നാണ്, അല്ലേ? അപ്പൊ അത്തരം രംഗങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ആലോചിച്ച് പോകണം. മാത്രല്ല, നമ്മൾ ഇതുകൊണ്ടൊക്കെ നമ്മളുടെ മനോദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടുന്നതാണ്. അതായത് നമുക്ക് മലത്തിൽ ഇത്തിരി ബ്ലഡ് കണ്ടു, ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴുള്ള ഒരു അവസ്ഥ ആലോചിച്ച നിങ്ങൾ, അപ്പോഴുടെ അത് ആ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അയാൾ ഒരുപാട് പുതിയ ലൈറ്റ് കത്തും, മനസ്സിലായില്ല? ഒരു ഇരുട്ട് റൂമില് നമ്മളിങ്ങനെ തപ്പണിന്റെ അടുക്ക് ഒരാൾ സ്വിച്ച് ഇട്ടാല് പെട്ടെന്ന് ഒരുപാട് ലൈറ്റ് കത്തും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു മോനോട് പറഞ്ഞാണ്, വാപ്പി മോനും ഇങ്ങനെ പോവുക പഴയ ജീപ്പില് പറമ്പൊക്കെ. അപ്പോഴാണ് കോൾ വരുന്നത്, വാപ്പാന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, വാപ്പാക്ക് ക്യാൻസർ ആണ്. അപ്പം പിന്നെന്താണ്, ചെയിൻ സ്മോക്കറാണ് മൂപ്പര്. അവസാനത്തെ ഒരു വലി ഇങ്ങനെ വലിച്ചിട്ട് ഊതിയിട്ട് ഒറ്റ ഇടലാണ്ടിട്ട് പറഞ്ഞു ഇതെല്ലാറും ഈ റിസൾട്ട്, ക്യാൻസറിന്റെ റിസൾട്ട് വരേണ്ടി വന്ന് മൂപ്പരക്കത്ത് നിർത്താൻ സാധനം നിൽക്കും, അല്ലേ? അതൊരു തീരുമാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു സമയത്ത് പടച്ചവനോട് പറയാൻ നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്? സ്കൂളിൽ നിന്ന് കുട്ടികൾ പറഞ്ഞ വണ്ടി ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞത്, നമ്മളെ വണ്ടിയിൽ പോഞ്ഞ് ചെന്ന് നോക്കിയപ്പോ മൗലാനന്റെ ആ ചെറിയ ഐസിയുന്റെ ആ ചെറിയ ഇതുണ്ടല്ലോ, ആ ചെറിയൊരു ഹോളിലൂടെ ഇങ്ങനെ എത്തി നോക്കിയപ്പോ നമ്മുടെ കുഞ്ഞ് അവനിങ്ങനെ ചോരയിൽ പുതിർന്ന് അവന്റെ തലയിൽ നിന്ന് രക്തം വന്ന് ഇങ്ങനെ കിടക്കണത് കാണുക. സങ്കല്പിക്കാൻ പോലും പറ്റൂല നമുക്ക്. പറ്റൂല. എങ്കിൽ അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പടച്ചവനോട് പറയാൻ എന്താ നമ്മുടെ അടുത്തുള്ളത്? എന്തെങ്കിലുണ്ടോ? റിസ്ക് എടുത്ത് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? 3 ആളുകൾ ഗുഹയിൽപ്പെട്ട സംഭവം എന്തിനാ നമുക്ക് പറഞ്ഞത്? ഗുഹാമുഖം അടഞ്ഞുപോയി, ക്രെയിനില്ല രക്ഷപ്പെടുത്താന്. അവർ 3 ആളും പതറിയില്ല, വിശ്വാസം ഉണ്ടായിരുന്നു ഉള്ളില്. നമുക്ക് നമ്മൾ ചെയ്ത സൽക്കർമ്മം എടുത്ത് പടച്ചവനോട് പറയാം. 3 ആളും പറഞ്ഞു. ഒരാൾ ഉമ്മാനെ സ്നേഹിച്ച് സഹായിച്ച കാര്യം പറഞ്ഞു. ഉമ്മാനെ ചരിത്രത്തിലേക്ക് വിശദമായി പോണില്ല, ഞങ്ങൾ ഓർമ്മപ്പെടുത്തി പോവാണ് കേട്ടോ, സമയപരിമിതി ഉള്ളതുകൊണ്ട്. നമ്മളെ ഉമ്മാന്റെ അടുത്തേ ഉമ്മാക്ക് ഇഹ്സാനുണ്ട്, മുസാഹബത്തും ഉണ്ട്. ഉമ്മാക്കുള്ള നന്മ ചെയ്യാറുണ്ട്. എന്താ? ഉമ്മാക്ക് ഗുളികയും മരുന്നൊക്കെ എത്തിച്ചു കൊടുത്താൽ മതി, അതിന് ഗൂഗിൾ പേ മതി, പ്രശ്നമല്ല.
അത് ഓട്ടോറിക്ഷക്കാരോട് കൊണ്ടേ കൊടുക്കും. പക്ഷെ മുസാഹബത്ത് അതല്ല. ഉമ്മാന്റെ അടുത്ത് ഇരിക്കാരൻ എന്താ? ഗുളിക പൊട്ടിച്ച് വയലിട്ട് കൊടുക്കുക, ചേർത്ത് പിടിക്കുക, അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് സംസാരിക്കുക, അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോവുക. അതിന് നേരം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് വേണ്ടി അവർ എക്സ്ക്യൂസ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താ എക്സ്ക്യൂസ്? അവന് തിരക്കാണ്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ഒരു കുഞ്ഞിനെ പോലുള്ള കൊച്ചാഗ്രഹങ്ങൾ. പക്ഷേ എനിക്കൊരു കോലുമുട്ടായി വേണം എന്ന് എന്റെ മോൾ എന്നോട് പറയുന്നത് പോലെ എന്റെ പാരന്റ്സിനുണ്ടാകും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ. ചോദിക്കും, എന്താ നിനക്ക് വന്ന് എന്താ ഉണ്ടോ, പരിപാടി ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, ഇങ്ങനെ അങ്ങനെ ചോദിച്ചു തുടങ്ങിയാൽ നമുക്ക് അറിയാം മകൻ തോന്നി ചെയ്യാണ്ടെന്ന്. അപ്പൊ എന്താ നമ്മളെ മറുപടി? ഇല്ല, നമുക്കൊന്നുമില്ല, ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് മറുപടി, അല്ലേ? ഇനി രണ്ടാമത്തെ ആൾ പറഞ്ഞെന്താ? ഞാനൊരു പെണ്ണിന്റെ ശരീരത്തിലിരുന്നു, ആഗ്രഹിച്ച പെണ്ണിന്റെ ശരീരത്തിലിരുന്നു. ഇരുന്ന് ഒരു വിവസ്ത്രയായ സ്ത്രീയുടെ ശരീരത്തിൽ ഒരാൾ ഇരിക്കുമ്പോൾ അയാളുടെ ബയോളജിക്കൽ പ്രോസസ് എന്താ? അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താ? അയാളുടെ ലൈംഗിക അവസ്ഥ എന്താ? പക്ഷെ അല്ലാ എന്ന് കേട്ടപ്പോ ഖലാസ് ഞാൻ എണീറ്റ് പോന്നു. മൂന്നാമത്തെ ആൾ എന്താ? കൂലിക്ക് വിളിച്ച ആള് കൂലി വാങ്ങാതെ പോയി. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോ അതിലെ ലാഭം കൂടി കൊടുത്തു പടച്ചോനെ. മൂന്നാളത് പ്രാർത്ഥിച്ചപ്പോ കല്ലട നീങ്ങി. സയൻസിലുണ്ടാവില്ല, ഇത് റബ്ബാണ്. കുൻ എന്ന് പറഞ്ഞാൽ നടക്കാത്തൊന്നുമില്ല. അപ്പൊ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുമ്പോ അതാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കണം. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്ലാൻ നടപ്പിലാക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു തണുപ്പുണ്ട്. ആ തണുപ്പ് ആസ്വദിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ വെള്ളിയാഴ്ച ഈ സദസ്സിലിരുന്ന് എന്റെ കൂടെ ഇങ്ങനെ ഫുള്ള് സഞ്ചരിക്കണ കുറെ മനുഷ്യരെങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ഇട്ടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. നമ്മളത് നിസ്കാരമാണ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കേണ്ടത്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുതുബയിൽ അത് പറഞ്ഞിരുന്നു. നിസ്കാരം നമ്മൾ നേരാക്കണം. ഇത് നിസ്കാരം നേരാക്കാറുണ്ട്. നമ്മളെ ഉള്ളിലൊരു തീരുമാനം വേണം. ഞാൻ എല്ലാ നിസ്കാരവും ഞാൻ അപ്പുള്ള ഞാനിപ്പോ സ്ഥിരമായിട്ടുള്ളത് എൻ്റെ ജോലി സ്ഥലത്ത്, അല്ലേ? എൻ്റെ ജോലി സ്ഥലത്ത് ഞാനുണ്ട്. പിന്നെ ചിലപ്പോ രാത്രിയിൽ ഞാൻ ഇന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാകുക. അവിടെയുള്ള പള്ളിയിലെ നിസ്കാര സമയം എനിക്ക് അറിയണം. അവിടെ ഞാൻ പോകണം, നിസ്കരിക്കണം. പള്ളിന്റെ വരാന്തീക്കണ കയറുമ്പോൾ ബാക്കിയൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പടച്ചോനോട് പോയിട്ട് കുറച്ച് വർത്താനം പറയണം. നിസ്കാരം കഴിഞ്ഞാൽ 2-3 മിനിറ്റ് നല്ലോണം പ്രാർത്ഥിച്ച് എണീറ്റ് ഇറങ്ങിപ്പോയി നോക്കി ജീവിതം വേറൊരു ട്രാക്ക് കട മാറും. ഉറപ്പാണ്, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞത് പണ്ട് ഒരു ജൂതം പറഞ്ഞു എന്ന് പറഞ്ഞു, മുസ്ലിങ്ങൾ ജുമാക്ക് വരുന്ന പോലെ അവർ സുബഹിക്കും കൂടി പള്ളിയിൽ വന്നാല് പിന്നെ ആ മുസ്ലിങ്ങളെ തൊടാൻ നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഞമ്മക്ക് എന്താ അലാം വെച്ച് എണീറ്റൂടെ? 2:30 മണിക്ക് ഫുട്ബോൾ കാണാൻ അലാം വെച്ച് എണീറ്റ് തൂങ്ങി ഉറങ്ങണ നമുക്ക് പറ്റൂലേ? ഫുട്ബോളൊക്കെ കഴിയാൻ പോകണം. അതുകൊണ്ടാണ് പറയണേ നമ്മൾ ശരിക്കും ആലോചിക്കണം. ഏത് നിമിഷവും ഒരു നിസ്സഹായതയിലേക്ക് നമ്മൾ പോയി നമ്മൾ മരിക്കും, അല്ലെ? കണ്ണു മലക്കും. നമുക്ക് 1.5 വയസ്സായ കുട്ടിയുണ്ട് എന്നുള്ളതോ ഭാര്യയും കുട്ടി എന്ത് ചെയ്യുന്നുള്ളതൊന്നും വിഷയമല്ല. സമയമാകുമ്പോൾ നമ്മൾ പോകും. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു, നമ്മൾ എന്തിനാണ് നമ്മളെ നിസ്കാരം ഒന്ന് ട്രാക്ക് ആക്കണം, നിസ്കാരം ഒന്ന് പഠിക്കണം. ബാക്കി എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് ഉണ്ട്. നിസ്കാരത്തിൽ ഓതുന്ന അദ്കാറുകളുടെ അർത്ഥം അറിയില്ല, നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം അറിയില്ല. ഈ അവസ്ഥയ്ക്കൊന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് ഞാൻ എല്ലാവരെയും ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്.